ഈ റോഡൊക്കെ ആകെ ഇവിടെയൊക്കെ ആകെ കിടക്കാണ്. ഇവിടെ ഇവിടുത്തെ കുറച്ച് നാട്ടുകാരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേട്ടാ, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കുറച്ച് ടാർ ചെയ്യാവുന്നേ ഉള്ളൂ, അത് ചെയ്യത്തില്ല. അതെന്താ ചെയ്യാത്തത്? അതായത് ധാർഷ്ട്യം. അതായത് ഇത് തുടക്കം തൊട്ടത് തന്നെ നമ്മുടെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ വ്യാപാരികൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് JCB കൊണ്ട് വന്നപ്പോൾ റോഡ് തുറക്കുന്നത്. ആദ്യമായിട്ട് JCBയുടെ മുമ്പിൽ നിന്ന വ്യക്തിയെന്ന് ആണ് ഞാൻ. ഇവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അന്ന് പറഞ്ഞ വിനോദ് എന്നാണ് എൻ്റെ പേര്. അന്ന് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളക്ടറുടെ മുമ്പിലുള്ള യോഗത്തിൽ പറഞ്ഞിരുന്നത് സർവീസ് റോഡുകളെല്ലാം പൂർത്തിയാക്കി സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കിയതിന് ശേഷം മാത്രമേ ഇവർ ഈ സർവീസ് റോഡല്ല ഈ പാലത്തിന് പണി നടത്തുള്ളൂ, NH പൊളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ JCB വന്ന് പാലങ്ങൾ അവിടെ പൊളിക്കുന്നത് അവിടെ ഇവിടെ കാനകൾ പകുതി മുക്കാലും മാത്രമാക്കി പണിത് വെച്ചിട്ട് സ്ലാബ് ഇടാതെ വ്യാപാരികൾക്ക് മാത്രമല്ല ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് രാത്രി തടഞ്ഞു അവർ പോയി. പിന്നെ നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ കള്ളന്മാരെ പോലെ ചെയ്തു അല്ലേ? അതായത് ഞങ്ങൾ തടുത്ത് ഞങ്ങൾ ചോദിച്ചത്ര മാത്രമേ ഉള്ളൂ. കളക്ടറുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം അതായത് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് സർവീസ് റോഡ് മുഴുവൻ ശരിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് പൊളിക്കുള്ളൂ, NH പൊളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ പലപ്പോഴും അതിനുശേഷം കുറച്ച് ഭാഗം മാത്രം ചെയ്തിട്ട് ഇവർ വീണ്ടും ഈ NH തിരിച്ചു വിടാൻ നോക്കി. അപ്പോഴും ഞങ്ങൾ വന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, വ്യാപാരികളാണ് ഇവിടെ അടുത്തുള്ളത്, അല്ലെങ്കിൽ ഓട്ടോക്കാർ വിളിക്കും, ഞങ്ങൾ വരും. അങ്ങനെ ചെയ്തിട്ട് രാത്രി 12 മണി വരെ ഞങ്ങൾ ഇവിടെ കാവൽക്കാരായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും പ്രസിഡന്റും എല്ലാവരും കൂടി നിന്നിട്ട് ഒരു രാത്രി 3 മണിക്ക് കള്ളന്മാരെ പോലെ വന്ന് പൊതുജനങ്ങളെ ഞങ്ങളെല്ലാവരും വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. ആ വഞ്ചനയ്ക്ക് ജനം മറുപടി കൊടുക്കണമെന്നേ. നമ്മൾ ഈ ധാർഷ്ട്യം കയ്യും കണക്ക് പോലെ പരിധിയില്ലേ? തമിഴ്നാട് ഗവൺമെന്റ് കരിമ്പട്ടികപ്പെടുത്തിയിട്ടുള്ള കമ്പനിയാണ് 11 മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഈ കരാർ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ അടുത്ത മാസം അതായത് ഒക്ടോബർ 10-ാം തീയതി ഇതിന്റെ കാലാവധി കഴിയാണ്. 7 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ 6.5 മാസം കഴിഞ്ഞ് ഈ 7-ാം മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴും അതിന്റെ 40% വർക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. ഈ രീതി തുടർന്നുണ്ടെങ്കിൽ 2 കൊല്ലം അല്ല 3 കൊല്ലം കഴിഞ്ഞാൽ പോലും ഇതിന്റെ പണി പൂർത്തിയാകില്ല. ഇവിടെ ഒരു MLA സനീഷ് കുമാർ ജോസഫ് ഉണ്ട്, ഇവിടെ ഒരു MP ബെന്നി ബെഹനാൻ ഉണ്ട്. ഈ രണ്ടാളും എന്തേ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത്? ഇവിടെ വരണം, ഇവിടുന്ന് ജനങ്ങളെയും കൂട്ടി പാലക്കാട് പോകണം, പാലക്കാട് പോയിട്ട് അവിടെ കുത്തിയിരിക്കണം. അതല്ലെങ്കിൽ ഈ ബഹുജനം നേരെ ഇനി അവരുടെ വീടുകളിലേക്ക് പോകണ സ്ഥിതി വരും. ഈ പറഞ്ഞ MP-യുടെ MLA-യും വീടുകളിൽ പോയി കുത്തിയിരിക്കുന്ന സ്ഥിതി വരും. അത്രയും വൈകി. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ ഇന്നലെ പാലക്കാട് ഓഫീസിൽ ചന്ദ്രനഗറിലെ ഓഫീസിൽ പോയിട്ട് അവിടെ കുത്തിയിരിപ്പ് നടത്തി. എന്തുകൊണ്ട് MLA-ക്കും MP-ക്കും സനീഷ് കുമാറിനും അതോടൊപ്പം തന്നെ ഈ ബെന്നി ബെഹനാനും അവിടെ പോയി കുത്തിയിരിക്കാൻ കഴിയണില്ല? അവരെന്ത് ഇതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തണില്ല? ഒരാൾ LDF, ഒരാൾ UDF. ഞാൻ പറഞ്ഞു MLA MP വേറെ വേറെ ആൾക്കാരായിട്ട് രണ്ടും കോൺഗ്രസിന്റെ ആണ്. MP ആയാലും MLA ആയാലും രണ്ടും കോൺഗ്രസിന്റെ MP MLA ആണ്. അവരിടപെടണം, ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഇതിന്റെ പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ജനപ്രതിനിധികൾ കാര്യമായി ഇടപെടുന്നില്ല എന്നാ ചേട്ടാ? ഇത് വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാ, വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ ചക്രസ്തംഭനം എന്ന് പറയണം, ഗതാഗത സമരമല്ല. ബോധപൂർവം കരാർ കമ്പനി ഉണ്ടാക്കുന്ന ചക്രസ്തംഭനം. അതിന് MLA-യും MP-ക്കും കൊട പിടിക്കുന്നത്. ഇത് പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് അവരുടേതായ നേരത്തെ കൗൺസിലർ ജോജി പറഞ്ഞ അവർ ജോലി ചെയ്യുന്നില്ല. ജനാധിപത്യത്തിൽ പ്രക്രിയയിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യുന്നു. ഇവിടുത്തെ MLA എവിടെ, MP എന്താ ഒന്നും മിണ്ടാട്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ MP MLA-യുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ സൈഡ് മറ്റേ തോട് ഇത് വാർത്തയുണ്ട്, അത് കംപ്ലീറ്റ് പൊട്ടിയിരിക്കുന്നു. ജനങ്ങൾ ഇവിടെ ഇന്നലെ 2 വീലറിന് വീണു, എന്ന് അത് വീഴ്ചയാണ്. നരക ജീവിതമാണ് ഇവിടെ, എല്ലാവരും നരക ജീവിതം. ഓരോ വണ്ടിക്കാരൊക്കെ ടയർ പൊട്ടിട്ട് ജീവിതം അവർ തലയിൽ കൈ വയ്ക്കണ്. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നത്? ഇവിടെ വിറക് വണ്ടി വീണു, തടി വണ്ടി വീണു, എന്തെല്ലാം പാട് വെച്ചെന്ന് അവറ്റങ്ങൾ പാവങ്ങൾ. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാട് വയ്ക്കുന്നുണ്ട്, ഇവിടെ കൊരട്ടി പോലീസ് എല്ലാവരും പാട് വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം പറഞ്ഞിട്ട് 2023 നവംബർ മാസത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു. അന്ന് MP-യെ വീട്ടിൽ പോയി സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ പോയി കണ്ട് നിവേദനം കൊടുത്തത് 2023 നവംബർ മാസം. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു. 2024 ജനുവരിയിൽ PD-യെ കണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. അതിനെ തുടർന്ന് 2024 ജൂൺ മാസത്തിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ വീണ്ടും PD-യെ കണ്ടിട്ട് ഈ ആവശ്യങ്ങൾ താല്പര്യമില്ലാത്ത കാര്യം MLA താല്പര്യമില്ലാത്തല്ല, കേരള സർക്കാരിന്റെ നിലവിലുള്ള നിലപാട് എന്താണ്? അതാണ് നമുക്കറിയേണ്ടത്. കേരള സർക്കാർ ഈ കാര്യത്തിൽ ഈ ജനങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ നാഷണൽ അതോറിറ്റി ആണെങ്കിൽ കൂടിയും
എന്താണ് കേരള സർക്കാർ ഈ തരത്തിലുള്ള സംവിധാനത്തെ സംസ്ഥാനത്ത് ഒപ്പം തന്നെ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ പറയുന്നത്, അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ എന്നല്ല, രാഷ്ട്രീയം പറയല്ലേ ഇത് ഈ ദുരിതം മാറാന്നുള്ള രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് 2 സർവീസ് റോഡുകളാണ് നമുക്ക് ആവശ്യം. ഈ സർവീസ് റോഡുകൾ ചപ്പാത്തി കലത്തിലാണ് ഈ അതോറിറ്റി ചപ്പാത്തി കലത്തിലാണ് ടാറിങ് ചെയ്തിരിക്കുന്നത്. ടാറിങ് ശക്തമാക്കി സാധാരണ ജനങ്ങൾക്ക് ജീവിക്കുന്ന രീതിയിലുള്ള ദുരിതം, അതായത് സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള ആൾക്കാർ സ്കൂട്ടറിൽ പോകുമ്പോൾ ചെളി തെറിക്കുക, ഇതിൽ വരുമ്പോൾ പൊടി തെറിക്കുക, സാധാരണ ചെളി തെറിക്കുന്നത് ആള് മറിഞ്ഞു ആളെ മരിച്ചു കുഴി വീഴ. ഇപ്പൊ ഞങ്ങൾ മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുരിങ്ങൂരാണ്. കൊരട്ടിയിൽ ഇതുവരെ ഇത് പണി തുടങ്ങിയിട്ടില്ല. കൊരട്ടിയിൽ ഇപ്പൊ പണി തുടങ്ങാൻ വേണ്ടി ഇവർ റോഡ് പണിയല്ല തുടങ്ങണേ, കുഴികൾ കുത്തി വെറുതെ വെച്ച. ഞാൻ PD ആയിട്ട് സംസാരിച്ചതാണ്. നമ്മളവിടെ ജനപ്രതിനിധികളായിട്ട് ഒരുമിച്ച് നമ്മൾ PD ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഈ വർക്ക് പലപ്പോഴും അദ്ദേഹം അറിയുന്നില്ല എന്നാണ് അദ്ദേഹം എന്നോട് നേരിട്ട് പറയുന്നത്.